നമസ്കാരം. നമസ്കാരം. ഇപ്പം കേരളത്തിൽ ഏറെക്കുറെ ഭരണകാര്യത്തിൽ തീരുമാനമായി. മുഖ്യമന്ത്രിയായിട്ട് വി ഡി സതീശൻ മുമ്പോട്ട് വരാൻ പോകുന്നു. നമ്മൾ അന്ന് കഴിഞ്ഞ ചർച്ചയിൽ നമ്മൾ പറഞ്ഞ പോലെ മുഖ്യമന്ത്രിക്ക് നേരിടാൻ പോകുന്ന ഒരുപാട് വെല്ലുവിളികളുണ്ടായിരുന്നു. ഈ പറഞ്ഞ പോലെ വണ്ടികളുടെ എസ്കോർട്ടിന്റെ കാര്യത്തിൽ, വിദേശയാത്രയുടെ കാര്യത്തിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മുമ്പോട്ട് വെച്ചായിരുന്നു. അത് ഏറെക്കുറെ എല്ലാം വി ഡി സതീശൻ ഫസ്റ്റ് കാര്യങ്ങളിൽ തീരുമാനം എടുത്തു കഴിഞ്ഞു. DGPക്ക് ഒഫീഷ്യലി ലെറ്റർ അയച്ചു. ഇത്തരത്തിലുള്ള 40ഓളം വണ്ടികളുടെ അകമ്പടി എനിക്ക് ആവശ്യമില്ല, ക്ലിഫ് ഹൗസ് ഇനി മോഡിഫിക്കേഷൻ വേണ്ട ആവശ്യമില്ല, ഉള്ളത് എങ്ങനെയാണോ അത് ആ രീതിയിൽ പോയാൽ മതി, കാറുകൾ പുതുതായിട്ടൊന്നും വാങ്ങരുത്, നിലവിലുള്ള കാറുകൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുക, അപ്പം മുണ്ട് മുറുക്കി ഇറങ്ങുക എന്നുള്ള രീതിയിലാണ് ഇപ്പം പോകുന്നത്. ഇങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിലും ഇപ്പോഴത്തെ വി ഡി സതീശൻ നേരിടാൻ പോകുന്ന ഒരുപാട് വെല്ലുവിളികളുണ്ട്. അതിലൊന്ന് സ്വന്തം പാർട്ടിയിൽ നിന്ന് തന്നെയാണ്. ഇപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞപ്പോഴും ഈ പറഞ്ഞ പോലെ മുഖ്യമന്ത്രി സപ്പോർട്ടിന് MLA-മാരുടെ സപ്പോർട്ട് കുറവായിരുന്നു. ആകെ സപ്പോർട്ട് ഉണ്ടായിരുന്നത് മറ്റ് ഘടകകക്ഷികളായിരുന്നു. ലീഗിൻ്റെ ആയാലും RSPയുടെ ആയാലും കേരള കോൺഗ്രസ് ജോസഫിൻ്റെ ആയാലൊക്കെ സപ്പോർട്ടാണ് ഉണ്ടായിരുന്നത്. അപ്പം കോൺഗ്രസിനെ സംബന്ധിച്ചോ ഇവരെല്ലാവരും ഒരുമിച്ച് കൂട്ടുക, അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയെ കൂടെ കൊണ്ടുപോകാം, KC വേണുഗോപാലിനെ അനുനയിപ്പിക്കുക, അങ്ങനെ ഒരുപാട് വലിയ കടമ്പകൾ വി ഡി സതീശനെ വെച്ചു. സത്യം പറഞ്ഞാൽ കിരീടം എടുത്ത് വെച്ചു എന്നല്ലാണ്ട് ഒരു മുൾമുനയിൽ ഇരിക്കുന്ന ഒരു അവസ്ഥയിൽ കൂടെയാണ് സതീശൻ ഇപ്പോൾ കൊണ്ടുപോകുന്നത്. അപ്പം സതീശൻ ഇക്കാര്യങ്ങളൊക്കെ എങ്ങനെ തരണം ചെയ്യും? ഇനി എന്തൊക്കെയാണ് സതീശൻ മുമ്പോട്ട് കൊണ്ടുപോകേണ്ട കാര്യങ്ങൾ? സതീശൻ ഇപ്പോൾ ഇരിക്കാൻ പോകുന്നത് ഒരു മുൾ കസേരയിലാണ്. ഒരു മുൾ കസേരയാണ്. പുള്ളിക്ക് ഒരു ചൊവ്വേന്ന ഒരു ഫ്രീഡമായിട്ട് ഇരുന്ന് ഭരിക്കാൻ പറ്റില്ല. അതിന് പുള്ളിയുടെ കഴിവുകളിരിക്കും. പുള്ളി എല്ലാത്തിനും തരണം ചെയ്യണം. എല്ലാത്തിനെയും അതിജീവിച്ച് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ എല്ലാവരെയും ഒന്നിപ്പിച്ച് നിർത്തും. ഇപ്പം സതീശന് പൊതുവെ MLA-മാരുടെ സപ്പോർട്ട് കുറവായിരുന്നു. അപ്പം ഈ MLA-മാരുടെ സപ്പോർട്ട് വീണ്ടും കിട്ടും. പുള്ളിക്ക് ഇനി ഓട്ടോമാറ്റിക്കായിട്ട് സപ്പോർട്ട് കൊടുത്തേ പറ്റൂ. അപ്പം ഇനിയും നടക്കാൻ പോകുന്ന കാര്യം വെച്ചാൽ ആദ്യം തന്നെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നാന്ന് വെച്ചാൽ സതീശൻ ചെയ്യുക. പാർട്ടിയെ നോക്കണ്ട. പാർട്ടിയിൽ നിന്ന് പുള്ളിക്ക് വലിയ സപ്പോർട്ടൊന്നും കിട്ടുമെന്ന് തോന്നുന്നില്ല. കാരണം എല്ലാം അഴിമതിക്കാരെപ്പോഴും ഒരു നെഗറ്റീവ് രീതിയിലേ പോകത്തുള്ളൂ. അതുകൊണ്ട് ഈ വകുപ്പ് മന്ത്രിമാരെ ഒക്കെ തിരഞ്ഞെടുപ്പ് വളരെ സൂക്ഷിച്ച് വേണം. അവരെല്ലാം വരുതിക്ക് നിർത്തണം. ആദ്യം തന്നെ ഇപ്പം നമ്മൾ കഴിഞ്ഞ ചർച്ചയിൽ പറഞ്ഞ മാതിരി എസ്കോർട്ട് പുള്ളി കുറയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. 2 വണ്ടി നമ്മൾ പറഞ്ഞ മുൻപും ഓരോ വണ്ടി, പോലീസ് വണ്ടി മതി എന്നാണ് പുള്ളി പറയുന്നത്. അത് മതി, അതിൻ്റെ ആവശ്യമുള്ളൂ. വളരെ നല്ലൊരു തീരുമാനമാണ് ഇപ്പോൾ സതീശൻ എടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞ് പുള്ളി എല്ലാ രീതിയിലും ചെലവുകൾ ആദ്യം കുറയ്ക്കുക. ചെലവുകൾ കുറച്ചാൽ തന്നെ ഖജനാവിൽ പണം വരും. ഈ ഖജനാവിലെ പണം മൊത്തം ദൂർത്തടിച്ചാണ് ഇവർ കളയുന്നത്. അതുകൊണ്ടാണ് ഞാൻ നമ്മൾ പറയുന്നത് ഈ ചെലവുകൾ കുറച്ചുകൊണ്ട് പിന്നെ ആദ്യം തന്നെ പുള്ളി ചെയ്യേണ്ടത് കൃഷി. നമ്മൾ പറഞ്ഞല്ലോ, കൃഷിക്ക് ഊന്നൽ കൊടുത്താൽ മാത്രമേ എക്കണോമി നന്നാകത്തുള്ളൂ. അല്ലാണ്ട് അവിടെ ഇവിടെയും കുറച്ച് ബിൽഡിങ് വിടുന്നുണ്ടോ, പാലം പണിതുകൊണ്ടോ, റോഡ് പണിതുകൊണ്ടോ ഒന്നും എക്കണോമി നന്നാകത്തില്ല. കൃഷിയിൽ നിന്നും വരുമാനം കൂടെ കേരളം നേടണം. പിന്നെ തമിഴ്നാട്ടിൽ നിന്നുള്ള ഈ വരവ് ശാലം കുറയ്ക്കണം. പച്ചക്കറികളും ഇത് കുറപ്പിച്ച് കഴിഞ്ഞാൽ കേരളത്തിലെ സാധനങ്ങൾക്ക് ഇത് കിട്ടും. നല്ല പോലെ നമ്മളിവിടെ കൃഷിക്കാർ നമ്മൾ നോക്കിയാൽ എല്ലാവരും വൈറ്റ് കോളർ ജോബ് ആഗ്രഹിച്ച് നടക്കുന്നത്, പ്രത്യേകിച്ച് യുവാക്കളെല്ലാവരും ലണ്ടനിലോട്ട് പോകുന്നു, അല്ലെങ്കിൽ പോളണ്ടിലോട്ട് പോകുന്നു. അപ്പൊ ഇത്തരത്തിലാണ് എല്ലാവരും പോകുന്നത്. അപ്പോൾ കൃഷിക്ക് നമ്മൾ വല്ലാണ്ട് ഊന്നൽ നൽകിയാൽ പോലും ഇത് ആര് കൊണ്ടുപോകുന്നുള്ള ചോദ്യം നമ്മുടെ മുമ്പിലില്ലേ? കൃഷിക്ക് ഊന്നൽ കൊടുക്കുമ്പോൾ കൃഷിക്കാർക്ക് വരുമാനം ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ കൃഷിയിലേക്ക് തന്നെ വരും. പക്ഷെ അവർക്ക് പറയാൻ കിട്ടണം. ഇപ്പം ഞങ്ങളുടെയൊക്കെ ഒരു തലമുറ ഇപ്പോൾ കൃഷി ചെയ്ത് ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരെ എനിക്കറിയാം. അവരൊക്കെ പറയുന്ന ഒരു പരാതി പറഞ്ഞാൽ കഷ്ടപ്പാടനുസരിച്ച് പ്രയോജനമില്ല. അത് സർക്കാർ അത് സബ്സിഡിയൊക്കെ കൊടുത്ത് കൃഷി ഒരു 2 വർഷമെങ്കിലും ഇവരെ നന്നായിട്ട് കെയർ ചെയ്താൽ പിന്നെ ഇവർ കൃഷിയിലേക്ക് തന്നെ വന്നോളൂ. കാരണം അവർക്ക് ലാഭം ഉള്ളതുകൊണ്ട് അവർ കൃഷി വരും. ഇപ്പോൾ അങ്ങനെ പിന്നെ വെയിൽ കൊള്ളാനെ പിടിക്കാനും മടിയൊന്നും ഉള്ളവരല്ല നമ്മളെ. പിന്നെ പീരെ പിള്ളേർ അങ്ങനെ വരാൻ സാധ്യത കുറവാണ്. കുറച്ച് ജനറേഷൻ ഇപ്പോൾ ഉണ്ട്. ഒരു 45 വയസ്സിൽ മേലോട്ടുള്ളവരെല്ലാം ഇപ്പോഴും കൃഷി കണ്ട് ജീവിക്കുന്നവരാണ്. പക്ഷെ അവർക്ക് അവസരങ്ങൾ കൊടുത്താൽ മാത്രമേ അവർ കൃഷിയിലേക്ക് കണ്ടിന്യൂ ചെയ്യാൻ അവർക്കൊരു പ്രോത്സാഹനമൊക്കെ കൊടുക്കണം. സബ്സിഡി കൊടുത്ത് വളമൊക്കെ സബ്സിഡി കൊടുത്ത് ചെയ്യിപ്പിക്കണം. പിന്നെ ഈ ദൂർത്തെന്ന് ഉദ്ദേശിക്കുന്നത് പിണറായി നടത്തിയ മാതിരി പിണറായിക്ക് നേരെ ഓപ്പോസിറ്റുകൾ എല്ലാം ചെയ്യുക. പിണറായി വിജയൻ ചെയ്തതിൻ്റെ എല്ലാം ഓപ്പോസിറ്റായിട്ട് സതീശൻ ചെയ്ത് കഴിഞ്ഞാൽ ഖജനാവിലൊക്കെ കാശ് വരും. എല്ലാം പിന്നെ പെൻഷനൊക്കെ മുടങ്ങാതെ കൊടുക്കുക. ഇതൊക്കെ മുടങ്ങുമ്പോഴാണ് ജനങ്ങൾക്ക് പിന്നെ ഭരണകൂടത്തോട് എതിർപ്പ് വരുന്നത്. ഇതിലൊക്കെ സതീശൻ മറ്റുള്ളവർക്ക് വഴങ്ങരുത്. മറ്റുള്ള ഒരു കോംപ്രമൈസിനും പുള്ളി വഴങ്ങാതെ നല്ല കാര്യങ്ങൾക്ക് മാത്രം പുള്ളി ശ്രദ്ധ ഫോക്കസ് ചെയ്യുക. എന്നാൽ മാത്രമേ പുള്ളിക്ക് പിടിച്ചിരിക്കാൻ പറ്റത്തുള്ളൂ. ജനങ്ങൾ പുള്ളിയുടെ വേണം. ഇപ്പോൾ പാർട്ടിയിൽ നിന്ന് എതിർപ്പ് വന്നാലും പുള്ളി വകവെക്കേണ്ട കാര്യമില്ല. അങ്ങനെ പുള്ളി ആ പാർട്ടി അംഗീകരിക്കേണ്ട കാര്യമില്ല. കാരണം പാർട്ടി പുള്ളിക്ക് എതിരായിരുന്നു.
പിന്നെ പുള്ളി എല്ലായിടത്തും നടന്ന് ജയിപ്പിച്ച് ഉള്ള അതിലേക്ക് ഒരു പിന്നെ അതൊക്കെ ഒരു പിണറായി വിരുദ്ധ വോട്ടുകളാണ് മൊത്തം കിട്ടിയിരിക്കുന്നത്. അതിനകത്ത് അത്ര വലിയൊരു ഇത് പറയാൻ മാത്രമൊന്നുമില്ല. തരംഗമാണ്. UDF തരംഗമല്ല, പിണറായി വിരുദ്ധ വോട്ടുകൾ UDFിലേക്ക് വന്നു എന്നേ ഉള്ളൂ. പിന്നെ അതൊക്കെ നോക്കി സതീശനൊന്ന് ചെയ്ത് കഴിഞ്ഞാൽ ഈ നാട് സതീശനായിരിക്കും പിന്നെ കേരളത്തിൻ്റെ ഹീറോ, മുഖ്യമന്ത്രി. അടുത്ത ഒരു ഇലക്ഷനും 31 ഇലക്ഷനും മുഖ്യമന്ത്രി പുള്ളി തന്നെ ആയിരിക്കും. പക്ഷേ പുള്ളി ഇതുപോലൊക്കെ ചെയ്താൽ മാത്രമേ പുള്ളി, അല്ലെങ്കിൽ പിണറായി വെറുത്ത അതിനപ്പുറമായിട്ട് പുള്ളി ആൾക്കാർ വെറുക്കും. അതുകൊണ്ട് സതീശൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജനങ്ങൾക്ക് ആഗ്രഹിക്കുന്ന ഇപ്പോൾ ഈ റോഡും പാലവും ഒക്കെ അവിടെ നിൽക്കട്ടെ. ഇപ്പോൾ തൽക്കാലം വികസന പരിപാടികളൊക്കെ അവിടെ വെച്ചുകൊണ്ട് അത് ജനങ്ങളെ കെയർ ചെയ്യുക. മുടങ്ങാതെ പെൻഷൻ കിട്ടുന്നുണ്ടോ, പിന്നെ 3000 ആക്കാന്നല്ല പറഞ്ഞേ. പിന്നെ ഈ ബസ് ഫ്രീ ആയിട്ട് യാത്ര ചെയ്യണമെന്ന് ലേഡീസിൻ്റെ യാത്ര ചെയ്യണമെന്ന് പറഞ്ഞാൽ അതിൽ എനിക്ക് അത്ര ഒരു യോജിപ്പൊന്നുമില്ല. കാരണം അതിൻ്റെ ജോലി 10-20,000 രൂപയൊക്കെ ശമ്പളം ജോലിക്ക് പോകുന്നവരാ പെണ്ണുങ്ങളൊക്കെ, അവർ വണ്ടിക്കൂലി കൊടുത്ത് പോട്ടെ, അതിനിപ്പോൾ എന്നാ. അതല്ല, ഗവൺമെന്റ് വലിയ തരത്തിലുള്ള സാമ്പത്തിക ഇപ്പം ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബസ് ഫ്രീ ആയിട്ടുള്ള ടിക്കറ്റ് യാത്ര ചെയ്ത് കൊടുത്താലേ മറ്റു കാര്യങ്ങൾ മുടങ്ങും. കാരണം ഫണ്ട് റൈസ് ചെയ്യണ്ടേ, ഫണ്ട് വരത്തില്ല, അപ്പം നഷ്ടമായിരിക്കും. ഇപ്പം തന്നെ KSRTC നഷ്ടത്തില്ല, ഒരു പരിവാക്കി വെച്ചിരിക്കുക. ഇനി യാത്ര ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് വീണ്ടും നഷ്ടത്തിലേക്ക് വരത്തേ ഉള്ളൂ. അത് പിന്നെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ വലിയ പാടായിരിക്കും. അതുകൊണ്ടാണ് തൽക്കാലം ഒന്ന് ഹോൾഡ് ചെയ്യുക, 6 മാസത്തേക്കോ 1 വർഷത്തേക്കോ ഒന്ന് ഹോൾഡ് ചെയ്ത് വെക്കുക. എന്നിട്ട് പിന്നെ നോക്കാം. പിന്നെ സർക്കാരിൻ്റെ വരുമാനം അനുസരിച്ച് വേണമെങ്കിൽ ഫ്രീ യാത്രയൊക്കെ ചെയ്യുക. തുടക്കത്തിലെ ഈ ഫ്രീ യാത്രയൊന്നും നടക്കുമെന്ന് തോന്നുന്നില്ല, എനിക്കത്ര ഒരു ഇത് കിട്ടുന്നില്ല. പിന്നെ നഷ്ടത്തിലോടുന്ന കോർപ്പറേഷനുകളെല്ലാം പിരിച്ചുവിടണം. പിരിച്ചുവിട്ടിട്ട് ആ ജോലിക്കാരെ വേറെ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് മാറും. ഒരുപാട് തസ്തികളിലൊക്കെ ഇങ്ങനെ ഒഴിവടപ്പുണ്ട്, അതെല്ലാം നികത്തണം. നഷ്ടത്തിലോടുന്ന ഒരു കോർപ്പറേഷൻ വെച്ച് ഞാൻ പറയും ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ പ്രൈവറ്റ് മേഖലയ്ക്ക് ഹാൻഡ് ഓവർ ചെയ്യുക, പ്രൈവറ്റ് മേഖലയ്ക്ക് കൊടുക്കുക. മാസം ഒരു വാടക വെക്കുക, മാസം ഒരു വാടക വെച്ചിട്ട് ഇത്ര രൂപ തന്നിട്ട് നടത്തിക്കോ. അതിനൊക്കെ വടക്കേ ഇന്ത്യയിൽ നിന്ന് വരെ ആൾക്കാരൊക്കെ ഓടി വരും ചെയ്യാനായിട്ട്. അംബാനി വരും, അദാനി വരും, ഒക്കെ വരും. ഒന്ന് കൊടുത്ത് നോക്ക്, ഒന്ന് വരത്തും ചെയ്ത് നോക്ക്. അപ്പോൾ ആൾക്കാരൊക്കെ വലിയ വലിയ വമ്പന്മാരൊക്കെ വരും. അത് പണ്ടേ പ്ലാൻ ഉണ്ടായിരുന്നു. പണ്ടേ ഇവരെ റിലയൻസ് എടുക്കാമെന്ന് പറഞ്ഞതാണ്, പണ്ട് കുറേ വർഷങ്ങൾ മുമ്പ് കേട്ടോ. ഉമ്മൻചാണ്ടിയോടെ അച്യുതാനന്ദൻ്റെ ഭരണകാലത്ത് എങ്ങാണ്ടായിരുന്നു അംബാനി എടുക്കാമെന്ന് ഏറ്റതാണ്. പക്ഷേ അത് പിന്നെ ഈ ജോലിക്കാരുടെ സമരം പിന്നെ അത് വേണ്ടെന്ന് വെച്ചു. പക്ഷേ അങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യമില്ല. കാരണം ഇത് സർക്കാർ ലാഭമാണെങ്കിൽ അത് ചെയ്യുക, നഷ്ടമാണെങ്കിൽ അത് പിരിച്ചു വിട്ടിട്ട് ഇങ്ങനെയുള്ള വേറെ ഐഡിയയിലൂടെയൊക്കെ മുന്നോട്ട് പോകാമല്ലോ. അതൊന്നും വലിയ വിഷയമുള്ള കാര്യമല്ല. അതൊക്കെ മുഖ്യമന്ത്രിക്ക് ഇതിനൊക്കെ ധൈര്യം വേണം. മുഖ്യമന്ത്രി ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അതിന് ധൈര്യം വേണം. അത് സെക്രട്ടറിയായിട്ട് ആലോചിച്ച് അതിൻ്റെ പോസിറ്റീവ് വശങ്ങളെല്ലാം മുഖ്യമന്ത്രി പറഞ്ഞ് അവരുടെയൊക്കെ അംഗീകാരത്തോടു കൂടി ഇതൊക്കെ ചെയ്യാം. അതാണ് ഇപ്പം BD സതീശൻ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ പുള്ളിക്ക് വലിയ ബുദ്ധിമുട്ടായിരിക്കും പിടിച്ച് നിൽക്കാനായിട്ട്. ജനങ്ങളുടെ സപ്പോർട്ട് പുള്ളിക്ക് നന്നായിട്ട് വേണം. പിന്നെ ഇവരിപ്പോൾ പറയും ട്രാൻസ്പോർട്ട് ബസ്സിലെ സമരം, ഈ അവർക്ക് പരിക്ക് പറ്റാത്ത രീതിയിലുള്ള ഒരു കരാറ് വെക്കുക ഇവരുമായിട്ട്. ആരേറ്റെടുക്കുന്നു ജോലിക്കാർക്ക് യാതൊരുവിധ പരിക്കുകളും പറ്റരുത്, അവർക്ക് കറക്റ്റായിട്ട് ശമ്പളവും ഒക്കെ ഉള്ള അങ്ങനെയുള്ള ഒരു കരാറിൽ വേണം ഇത് ചെയ്യാൻ. ആരും സമരത്തിനൊന്നും വരുത്തുന്നില്ല. പിന്നെ നഷ്ടത്തിലോടുന്ന ഇപ്പോൾ തന്നെ എവിടെ ശമ്പളം കിട്ടുന്നത്, ഇപ്പം കിട്ടുന്നുണ്ടോ? ഇല്ല. ട്രാൻസ്പോർട്ടിൽ ഇപ്പോൾ ശമ്പളമൊന്നും എല്ലാം പെൻഡിങ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. കുറച്ചെടുത്ത് കിട്ടുന്നുണ്ട്, കുറച്ച് പേർക്ക് കിട്ടുന്നില്ല. ഈ ഓഫീസ് സ്റ്റാഫൊക്കെ ശമ്പളം എഴുതി എടുക്കുന്നുണ്ട്, കണ്ടക്ടർക്കും ഡ്രൈവർക്കൊക്കെ ശമ്പളം ഇപ്പം മുടങ്ങുന്നത്. അങ്ങനെയുള്ള ഒരു രീതിയിലാണ് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ അതെല്ലാം അതിനൊക്കെ ഒരു മാറ്റം വരണം, ക്ലിയർ ആക്കാൻ പറ്റും. നല്ല മുഖ്യമന്ത്രി, നട്ടലുള്ള മുഖ്യമന്ത്രിയാണെങ്കിൽ പുള്ളിക്ക് നന്നായിട്ട് ഭരിക്കാൻ പറ്റും. പക്ഷേ പുള്ളിക്ക് ഒരുപാട് പ്രഷറും മേളിൽ നിന്ന് വരും കേട്ടോ. മേളിൽ നിന്നല്ല, ഈ ഭരണകക്ഷി പിന്നെ കേന്ദ്രത്തിൽ ഹൈക്കമാൻഡ് സപ്പോർട്ട് പുള്ളിക്ക് കാണത്തില്ല. പുള്ളി നന്നായിട്ട് ഭരണം കാഴ്ചവെക്ക്, അപ്പം ജനങ്ങൾ പുള്ളിയോട് നിൽക്കും. ഈ മോശം ഭരണം വരുമ്പോഴല്ലേ, ജനങ്ങൾക്ക് എന്തെങ്കിലും ഇത് കിട്ടാതെ വരുമ്പോഴല്ലേ അവർ ആദ്യം തന്നെ സതീശൻ ചെയ്യേണ്ട 3000 രൂപ പെൻഷൻ, ക്ഷേമ പെൻഷൻ എല്ലാവർക്കും കൊടുക്കും. ഈ 60 വയസ്സ് കഴിഞ്ഞവർക്ക് ഉടനെ ഏർപ്പാടാക്കണം എന്നാണ് ഞാൻ പറയുന്നത്. അത് മുടങ്ങാതെ കിട്ടിക്കഴിഞ്ഞാൽ തന്നെ ജനങ്ങൾ മുക്കാലും സതീശനോട് നിൽക്കും. അതൊക്കെ മുടങ്ങുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത്. ഇങ്ങനെ നോക്കുകയാണെങ്കിൽ തന്നെ ഇനി അടുത്തൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീഗിൻ്റെ ഭാഗത്തുനിന്നായിരിക്കും. ഇപ്പം നമുക്കറിയാം
27 സീറ്റിൽ മത്സരിച്ച് 22, ഏകദേശം 93 ലീഗിന്റെ സ്ട്രൈക്ക് റേറ്റ് എന്ന് പറയുന്നത്. CPM-ന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ 90 സീറ്റിൽ മത്സരിച്ചിട്ട് 28 സീറ്റേ കിട്ടുള്ളൂ CPM-ന്. അപ്പൊ ഇത്രയേറെ സ്ട്രൈക്ക് റേറ്റിൽ മുമ്പിൽ നിൽക്കുന്ന ലീഗാണ് എല്ലാ കാലത്തും സതീശന് ഒരു സപ്പോർട്ടായി നിന്നത്. അതുകൊണ്ട് തന്നെ സതീശൻ നേരിടുന്ന ഏറ്റവും വലിയൊരു വെല്ലുവിളി മീൻസ് നമുക്ക് നോക്കിയാണ് BJP അടക്കം കാര്യങ്ങൾ പറഞ്ഞത് ജിഹാദികൾക്ക് വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടുന്ന ഒരു നേതാവാണ് VD സതീശൻ, അല്ലെങ്കിൽ മുസ്ലിങ്ങളെ ചൊൽപ്പടിക്ക് മാത്രം നിൽക്കുന്ന നേതാവാണ് VD സതീശൻ എന്നുള്ള പലതരം ചർച്ചകൾ വരുന്നത്. അപ്പോൾ സതീശൻ ഇതിനെങ്ങനെ ഇനി നേരിടും? അല്ല, അതിപ്പം MLA-മാർ മാത്രം വിചാരിച്ചു കഴിഞ്ഞാൽ സതീശനെ മുഖ്യമന്ത്രിയാക്കാൻ പറ്റുന്നത്. ജനങ്ങൾ തെരുവിൽ ഇറങ്ങിയോണ്ട് മാത്രമാണ് സതീശൻ മുഖ്യമന്ത്രിയായത്. അല്ലെ സതീശനാക്കാൻ ഉള്ള ഒരു പാർട്ടിയിൽ നിന്ന് ഒരു സപ്പോർട്ടും ഇപ്പം ലാസ്റ്റ് പിന്നെ ഇവർക്കൊരു ചിന്ത കാണുമായിരിക്കും, ഞങ്ങളുടെ ഇങ്ങനെ നിൽക്കുന്ന ഒരാളായിരിക്കും മുഖ്യമന്ത്രി എന്നുള്ള രീതിയിലാണ് സതീശൻ. പക്ഷേ സതീശൻ ആ വഴിക്ക് അവരുടെ നല്ല കാര്യങ്ങൾക്ക് സപ്പോർട്ട് ചെയ്തു, നല്ല കാര്യങ്ങൾക്ക് മാത്രം സപ്പോർട്ട് ചെയ്തു, ഒരു കുഴപ്പമില്ല. ലീഗിൽ ഇപ്പൊ കഴിഞ്ഞ മന്ത്രിസഭയിൽ ലീഗ് വിദ്യാഭ്യാസ മന്ത്രി അബ്ദുറബ്ബായിരുന്നു. ഏറ്റവും കൂടുതൽ കൊള്ളായ ഒരു സമ്പ്രദായമായിരുന്നു. അന്നത്തെ പേപ്പറുകൾ കുട്ടികൾ എഴുതാത്ത കുട്ടികൾ വരെ പാസ്സാവുന്നു. അത്തരത്തിലുള്ള വലിയ ഇക്കുറി ലീഗ് അവകാശപ്പെടുന്ന അവർക്ക് വിദ്യാഭ്യാസ വകുപ്പ് വേണമെന്ന തരത്തിലൊക്കെയാണ്. അപ്പൊ ഇത് വകുപ്പാണ്. അല്ല, ഇത് ആര് ഏറ്റെടുക്കുന്നതാണ്? കോൺഗ്രസ് ഏറ്റെടുക്കുന്നതായിരിക്കും നല്ലത്, അതല്ല ലീഗിന് വീണ്ടും വിട്ടുകൊടുക്കുന്നതായിരിക്കും നല്ലത്? അല്ല, വിദ്യാഭ്യാസം ഇപ്പം അവരുടെ വകുപ്പായതുകൊണ്ട് അവരെ നമുക്ക് പിണക്കാൻ പറ്റത്തില്ലല്ലോ. അവരുടെ വകുപ്പായതുകൊണ്ട് അവർ തന്നെ അത് ഏറ്റെടുക്കട്ടെ. നല്ല രീതിയിൽ നടത്തുന്നില്ലെങ്കിൽ, ഞാൻ പണ്ടൊരു ചർച്ച പറഞ്ഞു, നല്ല പെർഫോമൻസ് അല്ല കാഴ്ചവെക്കുന്നെങ്കിൽ 1 ഇയർ വെച്ച് മന്ത്രിയെ മാറ്റണം. ഈ LDF-ന് പറ്റിയ അബദ്ധം മറ്റോ അതാണ്. പെർഫോമൻസ് നോക്കാതെ 5 വർഷം ഇവരങ്ങ് ഇരുത്തി. ഈ വീണ ജോർജിനെയൊക്കെ പണ്ടേ പറഞ്ഞു വിട്ടിരുന്നെങ്കിൽ ആരോഗ്യമേഖലയൊക്കെ ഇപ്പം എന്താ രക്ഷപ്പെട്ടതിന്. ഈ വീണ ജോർജൊക്കെ ഇങ്ങനെ എന്തെല്ലാം പരാതികളായിരുന്നു അന്ന് കയറിയപ്പോൾ തൊട്ട് അവരുടെ പേരിൽ. എന്നിട്ട് എന്തെങ്കിലും ആക്ഷൻ അവരുടെ പേരിൽ എടുത്തോ? ലാസ്റ്റ് വരെ അവർ വിവാദപ്പെട്ട് കിടക്കുകയായിരുന്നു. ഈ വീണ ജോർജിനെ പോലുള്ളവരൊക്കെ ഒരു ഉദാഹരണം പറഞ്ഞു കേട്ടോ, പണ്ട് മാറ്റിയിരുന്നെങ്കിൽ ഇത്രയും തിരിച്ചടി ഉണ്ടാകത്തില്ലായിരുന്നു. പിന്നെ ആര്യ രാജേന്ദ്രൻ അവിടെ തിരുവനന്തപുരത്ത് ഇവരെയൊക്കെ പണ്ടേ ഒഴിവാക്കിയിരുന്നെങ്കിൽ ഇപ്പോഴും CPM-ന് ഒരു എനിക്ക് തോൽക്കത്തില്ലായിരുന്നു. അഥവാ ജയിച്ചാലും നേരെ പോലീസിലൊക്കെ അവർ ജയിച്ചു വരേണ്ടതാ. കാരണം കോൺഗ്രസിന്റെ അടി ജനങ്ങൾക്ക് ഇഷ്ടമല്ല. അതുകൊണ്ടാണ് ജനങ്ങൾ ഈ UDF-നെ ശരിക്കും വെറുക്കുന്നത്. അപ്പൊ അതിലും കൂടുതൽ CPM-നെ LDF-നെ വെറുത്തോണ്ടാണ് പിന്നെ CPM പിന്നെ UDF വന്നത്. പിന്നെ എല്ലാവരും നല്ല രീതിയിൽ നടത്തി കഴിഞ്ഞാൽ, പക്ഷേ പുള്ളിക്ക് നല്ലൊരു ഭാരം പുള്ളിയുടെ തലയിലുണ്ട്. ഉണ്ട് മുഖ്യമന്ത്രി, അത് ആര് വന്നാലും ഉണ്ടായിരുന്നു. പിന്നെ രമേശ് ചെന്നിത്തലയൊക്കെ ഒരു നല്ല രീതിയിൽ പുള്ളി ക്യാൻവാസ് ചെയ്ത്, ഇപ്പം രമേശ് ചെന്നിത്തല പറയുന്ന മാതിരി ഒന്നും പുള്ളി പാർട്ടി വിട്ടു പോകത്തുമില്ല, എനിക്ക് മന്ത്രിസ്ഥാനം വേണ്ടെന്ന് പറഞ്ഞ് പുള്ളി മാറി നിൽക്കത്തൊന്നുമില്ല. പുള്ളി വരും. പുള്ളി ഇപ്പൊ ആഭ്യന്തരം ചോദിച്ചിരിക്കുക. അതൊക്കെ നമ്മളെ ചുമ്മാ ഒരുമാതിരി മണ്ടനം ഇതൊക്കെയാണ് ഇവരുടെ രീതി. നമ്മളെ മണ്ടന്മാരാക്കുക അവര്. ഇതൊരു സ്വന്തം കുടുംബസ്വത്വമൊന്നും അല്ലല്ലോ, പാർട്ടിയല്ലേ, ഒരു ജനങ്ങളല്ലേ തീരുമാനിക്കുന്നത് എങ്ങനെയൊക്കെ ചെയ്യണമെന്നുള്ളത്. ഇതൊക്കെ രമേശിനൊക്കെ ഒരു ധാരണയുണ്ട്, ഏതാണ്ട് സ്വന്തം തറവാട് പോലാണ് അവർക്ക് പാർട്ടി എന്നുള്ളവർ. അതൊക്കെ മാറ്റണം, ആ ചിന്താഗതി മാറ്റണം. രമേശ് എന്തായാലും ആഭ്യന്തരം കൊടുക്കുക, കുഴപ്പമില്ല. ആഭ്യന്തരം നന്നായിട്ട് കൈകാര്യം ചെയ്താൽ എന്നാ കുഴപ്പം? സതീശൻ പുള്ളിയെ സൂപ്പർവൈസ് ചെയ്താൽ മതി. ആഭ്യന്തരം നല്ല രീതിയിലല്ല പോകുന്നതെങ്കിൽ സതീശൻ പുള്ളിയെ ചോദ്യം ചെയ്യണം, ആക്ഷൻ എടുക്കണം. അങ്ങനെയൊക്കെ ചെയ്ത് മുന്നോട്ട് പോകണം. അതിന് സതീശൻ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. സതീശൻ്റെ കൂടെ ഉണ്ട്. പാർട്ടിയില്ല, പക്ഷെ ജനങ്ങളുണ്ട്. എന്നാലും ഇത് വന്നു കഴിഞ്ഞാൽ ജനങ്ങൾ ഇടപെടും. അടുത്ത പ്രാവശ്യം സീറ്റ് കൊടുത്തില്ലെങ്കിൽ ജനങ്ങൾ നല്ല രീതിയിലാണ് വരണമെങ്കിൽ ജനങ്ങൾ ഇടപെട്ട് തെരുവിലിറങ്ങി. ഇതുപോലെ ഇവിടെ അച്യുതാനന്ദ സീറ്റ് കൊടുക്കാതിരുന്നപ്പോൾ ഞങ്ങൾ ഇറങ്ങിയതല്ലേ സീറ്റ് കൊടുത്തത്. അതുപോലെ പാർട്ടിക്ക് ഇനി ഒന്നും സതീശനെ ചെയ്യാൻ പറ്റത്തില്ല ഒരു രീതിയിലും. പക്ഷേ സതീശൻ നല്ല നട്ടലുള്ള ആളായിട്ട് നിൽക്കണം, എന്നാൽ മാത്രമേ പുള്ളിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. സതീശന് വേണ്ടിയിട്ട് ഇത്രയൊക്കെ എനിക്ക് പറയാനുണ്ട്. അതൊരു നല്ല രീതി. ഇനി നമുക്ക് ചർച്ചകൾ വരും. ഇനിയിപ്പം വകുപ്പ് മന്ത്രിമാരെ തിരഞ്ഞെടുക്കട്ടെ. ഇപ്പം നമ്മളിനി എന്നാ നോട്ടം ഇതൊന്ന് എങ്ങനെ ഭരണം മുന്നോട്ട് പോകുന്നു, നല്ല രീതിയിലാണോ മോശം രീതിയിലാണോ, ഇനി ഈ പെൻഷൻ മുടങ്ങുമോ ഇല്ലയോ എന്നൊക്കെ ഉള്ള രീതിയിലാണ് നമ്മളിനി മുന്നോട്ട് പോകുന്നത്. ഇപ്പം കുറച്ച് പാലോ റോഡൊന്നും പണിയണ്ട, അതിനൊന്നും ഇപ്പോൾ തൽക്കാലം മാറ്റി വെക്ക്. അതിപ്പോൾ തൽക്കാലം ഒരു 2 വർഷത്തേക്ക് ഇതെല്ലാം ഒഴിവാക്കി ജനങ്ങളുടെ മനസ്സറിഞ്ഞ് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഭരിക്കുക. അതാണ് ഇപ്പോൾ ആവശ്യം. ഇപ്പം ചിലവുകളൊക്കെ ഇപ്പോൾ സതീശൻ ഫസ്റ്റ് നിയമം എടുത്തല്ലോ, അതൊക്കെ അതുപോലൊക്കെ ചിലവുകൾ കുറയ്ക്കുക. ഈ ടൂറൊന്നും വേണ്ട, വകുപ്പ് മന്ത്രിമാർക്കും ടൂർ കൊടുക്കണ്ട. ഈ പിണറായി വിജയൻ പോയ മാതിരി ഒരു ടൂറും ഒന്നും സതീശൻ ആർക്കും കൊടുക്കരുത്, സതീശനും പോകരുത്.
അത്യാവശ്യത്തിന് എന്തിനാ കേരളത്തിൽ നിന്ന് ഒരു മന്ത്രി, കേരളത്തിലെ ഒരു മുഖ്യമന്ത്രി വിദേശത്ത് പോകേണ്ട കാര്യമില്ലല്ലോ. അതിനും കേന്ദ്രമില്ലേ, അവരല്ലേ പോകണ്ടേ. ഇവർ കേന്ദ്രത്തെ അറിയിക്കുക. പിണറായി വിജയൻ എന്ന് പറഞ്ഞാൽ തോന്നുമ്പോൾ യൂറോപ്പിന് അവിടെ പോയി എന്ത് കാണിക്കാനാ? ഒന്നും കാണിക്കാനില്ല, ഒന്നും ഒരു പ്രയോജനമില്ലാത്തൊരു പോക്കാണ്. കാരണം അങ്ങനെയൊക്കെയാണ് നമ്മുടെ കേരളത്തിലെ അതിനകത്ത് കാലിയായി പോകുന്നത്. അല്ലെങ്കിൽ പൈസയ്ക്ക് എപ്പോഴും ഫണ്ടൊക്കെ കിടക്കും. ഈ ജനങ്ങളെ നികുതി പണം കൊണ്ട് കഴിഞ്ഞു പോകാനുള്ളത്. പഞ്ചായത്ത് മെമ്പർ തൊട്ട് മുഖ്യമന്ത്രിയുടെ ശമ്പളം മേടിക്കുന്നത് ജനങ്ങളെ നികുതി പണം കൊണ്ടാണ്. എന്താ ഉള്ളത് സർക്കാർ ലാഭത്തിൽ വിടുന്നത്? ഒരു ട്രാൻസ്പോർട്ട് ഉള്ളത് നഷ്ടത്തിന്. അതിനൊക്കെ മാസം കാശ് അങ്ങോട്ട് ഇറക്കിക്കൊണ്ടിരിക്കുക കോർപ്പറേഷൻ. ഞാൻ പറയും, ഇങ്ങനെയുള്ള കോർപ്പറേഷനുകൾ ആദ്യം തന്നെ നഷ്ടത്തിൽ ഓടുന്ന കോർപ്പറേഷനുകളെ കണക്കെടുക്കുക, എല്ലാം പൂട്ടുക, ആ സ്റ്റാഫിനെ എല്ലാം വേറെ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വരിക. പിന്നെ ഈ പിണറായിയുടെ കാലത്ത് കുറേ പിൻവാതിൽ നിയമനം വന്നിട്ടുണ്ട്. അവരെല്ലാം ഒഴിവാക്കണം. അവരെല്ലാം ഒഴുക്കി PSC പാസ്സായി നിൽക്കുന്ന ഒരുപാട് ആൾക്കാർ, റാങ്ക് ലിസ്റ്റ് വന്ന ഒരുപാട് ആൾക്കാർ ഇപ്പോഴും പുറത്ത് നിൽപ്പുണ്ട്. അവർക്കൊക്കെ ജോലി കൊടുക്കണമെന്ന് ഞാൻ പറയുന്നത്. അവർക്കൊക്കെ ജോലി കൊടുക്കണം, നിയമപരമായിട്ട് തന്നെ പോട്ടെ. സതീശൻ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് വഴങ്ങരുത്. ഒരു അപേക്ഷയുണ്ട്, മറ്റുള്ള ഒരു MLAയോ മന്ത്രിയോ വകുപ്പ് മന്ത്രിമാർക്കോ ലീഗിനോ വേണ്ടിയിട്ട് ഒന്നും വഴങ്ങരുത്. നല്ല കാര്യങ്ങൾ മാത്രം ചെയ്താൽ പുള്ളിക്ക് പിടിച്ച് നിൽക്കുക. പുള്ളിയെ പാർട്ടി പുറത്താക്കത്തൊന്നുമില്ല. ഇനി ജനങ്ങൾ കൂടെ ഉണ്ട്, നല്ല രീതിയിലാണെങ്കിൽ കേട്ടോ, അത്രയേ ഉള്ളൂ ഞാൻ പറഞ്ഞുള്ളൂ. ഇപ്പോൾ സതീശൻ മുഖ്യമന്ത്രിയാകുന്നതിൽ നമുക്ക് ആർക്ക് ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ആര് മുഖ്യമന്ത്രി ആയാലും പ്രശ്നമില്ല. ഇതുപോലെ ഭരിച്ചാൽ മതി, ഇതുപോലെ തന്നെ ഭരിക്കണം, എന്നാലേ അതിൻ്റെ ഇത് കിട്ടത്തുള്ളൂ, റീച്ച് കിട്ടത്തുള്ളൂ. പുള്ളിക്കുള്ള റീച്ച് കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ പുള്ളി ഭരിക്കണം. അല്ലാണ്ട് ലീഗ് അങ്ങനെ പറഞ്ഞത് അങ്ങനെ ചെയ്ത് മറ്റവരങ്ങനെ ചെയ്ത് ഇത് അതൊന്നും നടക്കുന്ന കാര്യമല്ല. ആരോഗ്യമേഖല നന്നായിട്ട് മെച്ചപ്പെടുത്തണം. ആരോഗ്യമേഖലയാണ് ഒരു ജനങ്ങളുടെ ഏറ്റവും വലിയൊരു തത്വം. ആ മേഖല ആദ്യം നന്നാക്കണം. വീണ ജോർജ് എല്ലാം കുളമാക്കിയിട്ടിരിക്കുക. എല്ലാം നല്ല രീതിയിൽ നല്ല ഡോക്ടർമാരെ വെക്കുക, നല്ല സൂപ്രണ്ടുമാരെ വെക്കുക, അവരുടെ ഇതൊക്കെ വിചാരിച്ചാൽ ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഇതൊക്കെ പിന്നെ മറ്റുള്ളവർ സമ്മതങ്ങൾക്ക് വഴങ്ങുമ്പോഴാണ് നമ്മുടെ പേരുടെ പോവുക. ലാസ്റ്റ് എന്തെങ്കിലും ഒരു ഇവർ പറഞ്ഞ കേട്ട് സതീശൻ നെഗറ്റീവ് റിപ്പോർട്ടാണെങ്കിൽ സതീശനെ വലിച്ച് പുറത്തിടാനും ജനങ്ങൾക്ക് മടിയൊന്നുമില്ല. അതോടൊന്നും ആലോചിക്കാം.